this is me Preeta from Ave Maria Academy Ettumanur. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആയ വിച്ച് എന്ന വേർഡിനെ പറ്റിയിട്ടാണ്. ഈ വിച്ച് എന്ന് പറയുന്ന വേർഡ് നമ്മളൊരു ആനിമൽസിനെ പറ്റി പറയാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷനെ പറ്റിയൊക്കെ പറയേണ്ട അവസരത്തിലാണ് നമ്മൾ വിച്ച് സെൻറ്റൻസുകൾക്കിടയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിയർ ഈസ് ആൻ ആർട്ടിക്കിൾ വിച്ച് മൈറ്റ് ഇൻട്രസ്റ്റ് യു. അപ്പോൾ നമുക്കിവിടെ ഈ ആർട്ടിക്കിളിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ് വിച്ച്. അതായത് ഹിയർ ഈസ് ആൻ ആർട്ടിക്കിൾ വിച്ച് മൈറ്റ് ഇൻട്രസ്റ്റ് യു. സോ ഈ ആർട്ടിക്കിളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വിച്ച് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് OITയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. Mrs. Maria has developed a small ulcer on her left foot which has responded well to the antibiotic therapy. ഇവിടെ മിസ്സസ് മരിയയ്ക്ക് ലെഫ്റ്റ് ഫുട്ട് അൾസർ ഡെവലപ്പ് ചെയ്തു. ആ പറയുന്ന അൾസറാണ് റെസ്പോണ്ട് ചെയ്തത് ആൻറ്റിബയോട്ടിക് തെറാപ്പിക്ക്. ഈ അൾസറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ആ ഒരു പ്രസൻറ്റ് കണ്ടീഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇത് രണ്ട് സെൻറ്റൻസുകളാക്കുകയാണെങ്കിൽ നമുക്ക് വിച്ചില്ലാതെ വീണ്ടും അഗെയിൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും. ഈ ലെഫ്റ്റ് ഫുട്ട് അൾസർ ഹാസ് റെസ്പോണ്ടഡ് വെൽ ടു ദി ആൻറ്റിബയോട്ടിക് തെറാപ്പി. അതിന് പകരം നമുക്ക് വിച്ച് വെച്ച് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ 2 സെൻറ്റൻസുകളെ. അപ്പോൾ ആ സെൻറ്റൻസ് വരുന്നത് Mrs. Maria has developed a small ulcer on her left foot which has responded well to the antibiotic therapy. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. I gave her some antibiotics which were left in the fridge. So I gave her some antibiotics. ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. I gave her some antibiotics which were left in the fridge. അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ് ഞാൻ അവർക്ക് കൊടുത്തത്. അപ്പോൾ ഏത് ആൻറ്റിബയോട്ടിക്സ് ആണ് എന്നുള്ളതിനാണ് പറയാൻ വേണ്ടിയിട്ടാണ് വിച്ച് എന്നവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.